നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മേയർ ആരാകുമെന്ന് ഇനി നാളെ അറിയാം. മണിക്കൂറുകൾ മാത്രമാണ് ഇതിന് ബാക്കി. അവസാന നിമിഷവും ശ്രീലേഖ IPS ആയിരിക്കണം മേയർ എന്നാണ് പലരും പറയുന്നത്. എന്തായാലും സ്വതന്ത്രന്മാരെ സ്വന്തം കോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരെ കാണാൻ പാറ്റൂർ രാധാകൃഷ്ണൻ എത്തിയിരുന്നു. വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വികസന പത്രം സമർപ്പിക്കാനായിട്ടാണ് അദ്ദേഹം എത്തിയത്. കൃത്യമായി തന്നെ പിന്തുണ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ചിരിയോടുകൂടി പാറ്റൂർ രാധാകൃഷ്ണൻ ആ ആവശ്യം സ്വീകരിക്കുകയാണ് ചെയ്തത്. വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പത്രികയുമായി വിവിധ മുന്നണി നേതാക്കളെ സന്ദർശിച്ച കണ്ണമൂല വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കൗൺസിലറായ പാറ്റൂർ രാധാകൃഷ്ണൻ വാർഡിലെ വോട്ടർമാരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റ് സംഘടനകളുടെയും അഭിപ്രായങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ ഗ്രീൻ ഫ്ലോ കണ്ണമൂല എന്ന വികസന പത്രികയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചേർന്ന ജനസഭയുടെ തീരുമാനമനുസരിച്ച് 3 മുന്നണി സംവിധാനങ്ങൾക്കും സമർപ്പിച്ചത്. UDF മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥനെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയും LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിയെയും നേരിൽ സന്ദർശിച്ചാണ് രാധാകൃഷ്ണൻ വികസന പത്രിക കൈമാറിയത്. BJP മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ സംസ്ഥാന അധ്യക്ഷനെയാണ് കണ്ടത്. ജയിച്ച 2 സ്വതന്ത്രയും ഒപ്പം കൂട്ടി കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ മറ്റ് മുന്നണിയിലെ നേതാക്കളെയും സന്ദർശനത്തിനൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പാറ്റൂർ രാധാകൃഷ്ണനുമായി നടന്ന കൂടിക്കാഴ്ചയുടെ വിവരം രാജീവ് ചന്ദ്രശേഖർ ചിത്രം സഹിതം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കണ്ണമൂല വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തെന്നും വികസിത തിരുവനന്തപുരം എന്ന തങ്ങളുടെ ലക്ഷ്യവുമായി പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പദ്ധതികളെന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു. വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിനും കണ്ണമൂലയിലെ ജനങ്ങൾക്ക് യഥാർത്ഥ പുരോഗതിയും വികസനവും ഉറപ്പാക്കുന്നതിനും എല്ലാവിധ പിന്തുണയും സഹായവും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നതായും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. 3 മുന്നണികളെയും അപരന്മാരെയും തറപറ്റിച്ചാണ് കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണൻ വിജയിച്ചത്. 373 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 സീറ്റിൽ 50 സീറ്റ് നേടിയ വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ BJPക്ക് അനിവാര്യം തന്നെയാണ്. വലിയ ഒറ്റകക്ഷിയായാൽ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികൾ ഒരുമിക്കാത്തതിനാൽ BJPക്ക് ഭരണത്തിലും എത്താം. എന്നാൽ തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ സ്വതന്ത്രരുടെ പിന്തുണ അനിവാര്യമാണ്. ഇതിനുള്ള ശ്രമങ്ങളിലാണ് BJP. 2 സ്വതന്ത്രരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ചത്. കണ്ണമൂല വാർഡിൽ നിന്ന് പാറ്റൂർ രാധാകൃഷ്ണനും പൗണ്ടുകടവ് വാർഡിൽ നിന്ന് സുധീഷ് കുമാറും. പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. ശ്രീലേഖ തിരുവനന്തപുരം മേയർ പദവിയിലേക്ക് എന്ന സൂചനയും വരുന്നുണ്ട്. BJPയിലെ അന്തിമ ചർച്ചകൾ ശ്രീലേഖ മേയർ ആകുന്നതിനെ അനുകൂലിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നിർണായക തീരുമാനം എടുക്കേണ്ട മുതിർന്ന നേതാക്കളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെയും പിന്തുണ ശ്രീലേഖയ്ക്ക് ഉണ്ട്. ശ്രീലേഖയെ കൂടാതെ BJP നേതാവ് VV രാജേഷിന്റെ പേരും മേയർ സ്ഥാനത്തേക്ക് BJP പരിഗണിച്ചിരുന്നു. രാഷ്ട്രീയ പരിചയമുള്ള നയിക്കണമെന്ന അഭിപ്രായം നേരത്തെ ഉയർന്നുവെങ്കിലും അന്തിമ തീരുമാനം ശ്രീലേഖയ്ക്ക് അനുകൂലമാണെന്നാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ച തീരുമാനം പുറത്തുവിട്ടേക്കും. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നടന്ന BJP സമരങ്ങൾ നയിച്ചത് രാജേഷ് ആയിരുന്നു. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലെയും 86 മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ, അതായത് ഡിസംബർ 26 വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. പുതുതായി ചുമതലയേറ്റ അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ ആണ് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുക. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാണ് മേയറാവുക. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ജനറലാണ്. 86 മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങളിൽ വനിതകൾക്കും 6 എണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 1 എണ്ണം പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10:30-ന്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പകൽ 2:30-നും നടക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് 1-ലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും. 2 സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടാണെങ്കിൽ നറുക്കെടുപ്പ് നടത്തും. 2-ലധികം പേർ മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയ ആകെ വോട്ടിനേക്കാൾ കൂടുതൽ ലഭിച്ചാൽ അയാൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. ഇത്തരത്തിൽ ലഭിക്കുന്നതിനാൽ തന്നെ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചയാളെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുക്കും. 3 അതിലധികമോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുകയും ഏറ്റവും കുറവ് വോട്ട് 2 അതിലധികമോ പേർക്ക് തുല്യമായി ലഭിക്കുകയും ചെയ്താൽ നറുക്കെടുപ്പ് നടത്തും.
നറുക്കിട്ടെടുക്കുന്നയാളെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് തുടരും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പകൽ 2:30-നുമാണ് നടക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മേയർ ആരാകുമെന്ന് ഇന്നറിയാം. VV രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരുകളാണ് ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത്. അന്തിമ ചർച്ചകളിൽ BJP വനിതാ കൗൺസിലർ ആർ ശ്രീലേഖയ്ക്കാണ് കൂടുതൽ പരിഗണന. കൗൺസിൽ അംഗങ്ങളുമായുള്ള ചർച്ചയിൽ ശ്രീലേഖയുടെ പേരിനാണ് മുൻതൂക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതാ പട്ടികയിൽ നിലവിൽ സിമി ജ്യോതിഷ്, GS മഞ്ജു, ആശാനാഥ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉള്ളത്. കൊച്ചിയിൽ VK മിനിമോളെ മേയറാക്കാനാണ് കോൺഗ്രസിന് ധാരണ. പാലാരിവട്ടം ഡിവിഷനിൽ നിന്നാണ് മിനിമോൾ ജയിച്ചത്. ആദ്യത്തെ 2.5 വർഷം മിനിമോളും പിന്നീടുള്ള 2.5 വർഷം ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു മേയറാകും. ഡെപ്യൂട്ടി മേയർ പദവിയും വീതം വയ്ക്കും. ദീപക് ജോയ് ആദ്യം ഡെപ്യൂട്ടി മേയറാകും. KVP കൃഷ്ണകുമാർ 2.5 വർഷത്തിന് ശേഷം ഡെപ്യൂട്ടി മേയറാകും. ഇങ്ങനെയാണ് മേയർമാരുടെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ന് എന്തായാലും ശ്രീലേഖ IPS ആണോ അതോ മറ്റ് VV രാജേഷ് ആണോ BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഇന്നറിയാം. എന്തായാലും കാത്തിരുന്നു കാണാം ആ മുഹൂർത്തങ്ങളിലേക്ക്. ഇനി അല്പസമയം മാത്രം ബാക്കി.